എങ്ങോട്ടാ? കൊലയിലേക്കാ. അതിനെന്തിനാ കാറിന്റെ ചാവി? പൈസ കൊടുക്കാൻ വേണ്ടിട്ടാ. എന്ത് കാറോ? അനക്ക് എന്തിന്റെ കേടാ അബിയെ? നാളെ ബാവക്കാനെ വിളിക്കാൻ എയർപോർട്ടിൽ പോവാനുള്ളല്ലേ? അത് 11:30 അമ്മ, അതിന്റെ മുമ്പ് കൊണ്ടേ തന്നോളൂ. ഇപ്പൊ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞൊക്കെ മറന്നോയോ? ഓ ഈ ഇമ്മ എന്നാല് നാളെ ഒരു കല്യാണത്തിന് വേണ്ട കൊണ്ടുപോയി കഴിഞ്ഞ രാവിലെ തന്നെ തിരിച്ചു കൊണ്ടേ തന്നോളൂ. നാളെ എങ്ങാനും ബാവക്ക കാർ എത്താത്ത എയർപോർട്ടിൽ കാത്തിക്കട്ടെ, ബാക്കി ഞാൻ അപ്പ പറഞ്ഞുതരാം. കണ്ടവർക്കൊക്കെ കാർ എടുത്ത് കൊടുത്തോ, എന്നിട്ട് അവനാന്റെ ആവശ്യത്തിന് കാറ് കിട്ടൂല്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കുമ്പോ ഞാൻ കേട്ടാ പോരാ, നാട്ടാരെ കേൾപ്പിക്കണോ? പറഞ്ഞു ഓർമ്മണ്ടല്ലോ, നാളെ 10:00 എയർപോർട്ടിൽ എത്തണം. ഞാൻ ഒരു 9:30 ഇവിടെ എത്തും. പോരെ മതി. എന്നാ ശരി. ഇമ്മ കുറച്ച് സീൻ അറിയാലോ. ആടാ സെറ്റാക്കാം. അതെ, ഈ ഒറ്റ ഒന്നേ ഉള്ളൂ, പറഞ്ഞില്ലെന്ന് വേണ്ട, ശ്രദ്ധിക്കണം കേട്ടോ. ആടാ ഞാൻ നോക്കാം. ഏത് നോക്കണം ഒട്ടിച്ചു? അയ്യോ കണ്ടൊക്കെ നോക്കൂല്ല. എങ്ങോട്ടാണ് മിശ്രമായിട്ട്? അത് നമ്മളെ ഭവനത്തിന്റെ അമ്മയില്ലേ കാത്തേനേച്ച് മൂപ്പത്തിക്ക് കൊടുക്കാം. മൂപ്പത്തി ഇപ്പം മിശ്രാണല്ലോ തിന്നണേ. മൂപ്പത്തിക്ക് ഇതന്നെ മതി എന്ന് പറഞ്ഞേ. അതെന്താ ഇവിടെ ചോറും കൂട്ടാനും ഇതന്നെ മതി എന്ന് പറഞ്ഞേ. മോനെ നിസാറേ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞിട്ട് തന്നെ അവിടെ എത്തിയ കേട്ടോ. അവിടുത്തെ ചെക്കന്മാർക്ക് വെള്ളം അടിക്കണമെങ്കിലേ എന്തൊക്കെ എന്തൊക്കെയാണ് അറിയേണ്ടത്. ഒരു മെനഘട്ടം വേണം. ആരാടെ ഡീറ്റെയിൽസിൽ പൊട്ടിക്കുന്നത്? പാപ്പനാടാ. അല്ലടോ, നാളെ എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്? നമുക്കൊരു 7:30 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, എന്നാലും മുഹൂർത്തം അവിടെ എത്തുള്ളൂ. എത്ര മണിക്കാണ് മുഹൂർത്തം? അല്ലടിച്ച് എന്ത് ചെങ്ങാട്, നമുക്ക് മുഹൂർത്തം പോലും അറിയില്ല എപ്പോഴാന്ന്. ഞാനും ചോദിച്ചെന്നുള്ളൂ. ചോദ്യം. ഈ ചെങ്ങായൊക്കെ 7:30 എണീക്കോ? എണീച്ചിലോന്റെ കല്യാണം മുടങ്ങും, അത്രേ ഉള്ളൂ. ചിലക്കാരെ നായി ഞാനൊക്കെ എണീക്കും, ഈ കൃത്യസമയത്ത് എത്തിയാൽ മതി. നമ്മളില്ലാതെ പരിപാടി നാളെ ഫുൾ ഓണായിരിക്കും, ഫുൾ പവർ. കേട്ടോ ഇയാള് എന്തൊരു മതിയാവില്ലല്ലോ, എത്ര അടിച്ചാലും ഇയാൾക്കൊന്നും. അതേപോലെ ഇപ്പം പൂവും താഴത്ത് കൂടി. എന്തൊരു കൈപ്പാട് തിന്നു. നിങ്ങളെങ്ങനെ അത് കുടിക്കുന്നേ? ഇത് കഴിഞ്ഞു കുറച്ച് മിച്ചറുണ്ട്. കുറച്ച് മിച്ചറല്ലേ ഇയാള് എന്തൊരു ജീവൻ. നാളെ നമ്മളെ ചെക്കനും ഉള്ള വണ്ടി റെഡിയായി. മോനിക്ക് പോവാൻ 1 തരം റെഡ് പോള നമ്മൾ റെഡിയാക്കി. അപ്പൊ ഇങ്ങനെ കല്യാണം ഒന്നും വേണ്ടേ? ഇവിടെ ചെറിയ മക്കൾ വരെ കല്യാണം കഴിച്ചു തുടങ്ങി. എടാ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ച് ഇങ്ങനെ പാറി പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ഈ കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ ഉടായിപ്പ. കുറേ നാട്ടുകാരെ വിളിച്ചു വരുത്തുക, ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് ഭക്ഷണം കഴിച്ചതിനനുസരിച്ച് ലക്കോട്ടിൽ പൈസ ഇടുക. എന്നിട്ട് ഓലെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പോവുക, ഭക്ഷണം കഴിക്കുക, ലക്കോട്ടിൽ പൈസ ഇടുക, തിരിച്ചു വരിക. ഈ ശരിക്കും പറഞ്ഞാൽ ഈ തെണ്ടിയൊക്കെ നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോരെ? പോരടാ. അല്ലാണ്ട് കിട്ടാൻ്റെ ഓനെ നിസാറേ വേണ്ടേ? പാപ്പൻ വന്നാ നന്നായി, അല്ല വണ്ടിന്റെ കാര്യം മറന്നേ. പൊട്ടാ തന്നെ ആരോടെ ഓനാ സുൽഫത്തിനെ ആലോചിച്ചിരിക്കേ. സുൽഫത്ത് ആ പ്രസന്റേഷനിൽ പഠിക്കുന്ന കുട്ടി. അതേത് നമ്മളറിടാറപ്പെടാത്തൊരു കുട്ടി? ഓന്റെ അയൽവാസി പെണ്ണടാ. ഓളെ പേര് സുൽഫത്ത്. ആ എല്ലാടോ ഓളെ കല്യാണം വിളിച്ചിട്ടോടേ? അവിടെ വണ്ടി ആയിരുന്നാടാ? അതിന്റെ കമ്പനിക്കാരൻ്റെ ഇടാ പരിപാടി. ഞാൻ അപ്പൊ തന്നെ കൊണ്ടു കൊടുക്കണം. ഓനാരോ എയർപോർട്ട് കൊണ്ടാക്കാണ്ട് അതിന്റെ കൂടെയാണോ അവന്റെ ഉമ്മയാണോ ഞാൻ പറഞ്ഞ വല്ലതും കേക്കണ്ടേ ജി? ഇതിന് സ്പെയർക്കി ഒന്നുമില്ല, മറന്നോണ്ടാ. അല്ലാതെ വാഷ് ചെയ്തിനിയോ? വാഷ് ചെയ്താണ്ടിട്ടാ. നാളെ രാവിലെ കാറൊക്കെ വാഷ് ചെയ്ത് പൂവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് വരും. പോരെ? അപ്പോഴേക്ക് മുഹൂർത്തം കഴിയാഞ്ഞാൽ മതി. കൊണ്ട് ഒന്ന് മിണ്ടാകടാ. നല്ലൊരു തെറിച്ചോളി. എന്നാ മുമ്പ് കിടന്ന് ഉറങ്ങിക്കോ, നാളെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ?
ഓക്കെ ഗുഡ് നൈറ്റ്. ഒരു സാധനമാണ് അമ്മേ. നീറ്റു ഞങ്ങള് പോവാട്ടോ. നിന്റെ കോഴിക്കോട്ടിലേക്ക് എൻ്റെ ഒരു കണ്ണ് വേണേ. ആ കറുപ്പ് നായി ഇങ്ങനെ മണപ്പിച്ച് നടക്കണ്ട്. ഞാൻ നോക്കോളാം സുമേഷ്. അല്ല എപ്പോഴാ മുഹൂർത്തം? അതോ അതെ ശരി. നിങ്ങളെ നോക്കിയല്ലേ, നിങ്ങളെ അറിയില്ല. നല്ല അസൽ ജർമ്മൻ പെയിന്റ് അടിച്ചെടുക്കുന്ന സാധനം. അങ്ങനെ ഇങ്ങനെ ഒന്നും കളറൊന്നും പോകില്ല. കാറിന്റെ ഓണറല്ല വരുന്നത്. അറിഞ്ഞട്ടാ കുത്തി കാറൊക്കെ ഇറക്കില്ലേ? ഇങ്ങോട്ടാ വാണം വിട്ട പോലെ. എന്ത് രസമാണ് ഇതിന്റെ ടയറൊക്കെ. അർണേട്ടാ മാരക ലുക്കായല്ലോ. ഇതിട്ടിട്ടാണോ കല്യാണത്തിന് പോണേ? ഇയാള് അടുപ്പിലേക്കാ നോക്കണത്. അർണേട്ടാ അല്ല ഇതിനെത്ര രൂപയായി? ഇതിനൊരു 20 ലക്ഷമായി. 20 ലക്ഷോ? 20 ലക്ഷത്തിന് ഗ്രാൻഡ് വിറ്റാൽ എടുത്തൂടെ? 10-25 മൈലേജും കിട്ടൂലേ? ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലല്ലേ. പോയാ എനിക്കിവിടെ പണിയുണ്ട്. ഞങ്ങളെന്താ ഹെൽപ്പ് ചെയ്യണോ? വേണ്ടേ വേണ്ട, ഞങ്ങള് പോവാ. വാട മണിക്കൂർ നമ്മ കളിക്കാൻ. അത് നല്ലൊരു തീരുമാനം. காதல் பேசவா, விளையாடி பார்க்கவா, அன்பு காட்டவா, சேர்ந்து வாழவா, கூட்டு கூடி பாட்டு பாடி பூமி சுத்தலா, நீயும் நானும் நம்ம ரெண்டும் சேர்ந்து வாழ்ந்து போகலா. காதல் பேசவா, விளையாடி பார்க்கவா, அன்பு காட்டவா, சேர்ந்து வாழவா, கூட்டு
கூட்டுக்கூடி பாட்டு பாடி பூமி சுத்தலா நீயும் நானும் நம்ம ரெண்டும் சேர்ந்து வாழ்ந்து போகலா காதல் பேசவா விளையாடி பார்க்கவா அன்பு காட்டவா சேர்ந்து வாழவா കൂട്ടുകൂടി നാളെ രാവിലെ പൂവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് വരും. പട്ടവിലെങ്ങനെ തട്ടി എന്താ പോയെ? താക്കോല് പോയടാ. ഇതെങ്ങോട്ടാ പോയെ? ഇത് നിങ്ങൾക്ക് അറിഞ്ഞെടുത്തൂടെ? ഇറങ്ങാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആഴം നിങ്ങൾക്ക് നീന്താ അറിയില്ലേ? അറിയാം, ഫുള്ളായിട്ട് പിടിച്ചിട്ടില്ല. എന്ത് നീന്താന് എന്തൊക്കെയായിരുന്നു നിങ്ങളെ തള്ളി? ബേപ്പൂര് പോയി കടുക്ക പറിച്ച് ഡോൾഫിന്റെ കൂടെ നീന്തി തുഷാരഗിരി പോയി മല മറിച്ചെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞേ. എന്റെ റീനു ഇത് എടുക്കാനുള്ളൊരു ഐഡിയ പറ. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് നീ ആരാണ്? നിങ്ങളാ മറ്റേ സാധനം എടുത്തു, മറ്റേ വളഞ്ഞ കമ്പിന്റെ മറ്റേ സാധനല്ലേ, മറ്റേ കിണറ്റിൽ പാത്രങ്ങളൊക്കെ പോയി എടുക്കണ സാധനം. മറ്റേ കിണറ്റിൽ പാത്രങ്ങളൊക്കെ പോയാ ഇങ്ങനെ തോണ്ടി എടുക്കണ സാധനം. അതില്ല, അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ചുമേച്ചി കിണറ്റിൽ സാധനം പോയപ്പോ എടുക്കുന്ന ഞാൻ കണ്ടതാണ്. ഞാൻ നോക്കട്ടെ. ആ ഇതന്നെ ഇതന്നെ ഇതിന്റെ കാരമ്പ കെട്ടിയായിരുന്നോ? ഇയാളെങ്ങോട്ട് തരി. പരിപാടി അതാ ഈ സൈഡ് ഈ സൈഡ് നോക്കി നോക്കി മെല്ലെ മെല്ലെ പൊന്തിക്ക്. വീണു പോയാ അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. എടാ എന്താ? പിന്നെ താത്തനോട് പറയണ്ട കേട്ടോ. എന്ത്? നീന്താൻ അറിയാത്ത കാര്യം. ആരാ പിന്നെ അവനാണോ? അരുണേട്ടാ നോക്കട്ടെ, ഇത് കഴിഞ്ഞാഴ്ച പോയ നെൽക്കടറാണല്ലോ. താങ്ക്സ് അരുണേട്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വയ്യേ ഉള്ളൂ, നിങ്ങൾ രണ്ടും കളിപ്പിച്ചാട്ട് ഷൂ സ്ലിപ്പാവും സ്ലിപ്പാവും. അതിനകത്ത് കർത്താവല്ലേ? ആരെങ്കിലും കാട്ടറ. അരുണേട്ടാ അരുണേട്ടാ മറ്റേ ഞാൻ പള്ളിയിൽ പോയി. അസ്സലാമു അലൈക്കും. എന്നാലും എൻ്റെ കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായേ? ചെക്കൻ ആരോടൊക്കെ ലോഗ്യം ഉണ്ടായിരുന്നു കേട്ടത്. ആ മനോജിന്റെ ഓളേച്ചേ ആരും ഷിജിയേറ്റോ സ്കൂൾ പഠിക്കുന്ന 2 കുട്ടികളിലെ ഓൾക്ക്. ആ അതിന് ഇപ്പത്തെ ചെക്കന്മാർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം. ഒന്ന് മാറിയേ, എന്താ പ്രശ്നം? ആരോടൊക്കെ കെൽപ്പിച്ചാടി മരിക്കാൻ നോക്കി മോനെ.